ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിമിഷ. അപ്പം നാളെ ആണെങ്കിൽ പൊങ്കാലയല്ലേ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടെ അമ്മേനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊങ്കാല പായസം നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഇതുപോലെ ചുമന്ന അരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് അരി കിട്ടിയാലും പച്ചരി കിട്ടിയാൽ മതി, അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ 250 ഗ്രാം ഞാൻ അരി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതാ അതിൻ്റെ കണക്ക് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തെടുക്കാം. ഒരു 3-4 വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണേ. പിന്നെ ഒരു കലത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി കഴിയുമ്പം നമ്മൾ 3 തവണ ഇതുപോലെ ചുറ്റിച്ചുകൊണ്ട് നമുക്ക് അമ്മേനെ വിളിച്ചുകൊണ്ട് വേണം അരി ഇടാനായിട്ട്. അപ്പോൾ അത് ഏത് കണക്ക് 2 വട്ടം ആയിട്ടുണ്ട്. 3-ാമത്തെ തവണയും കൂടെ 3 വട്ടം നമ്മൾ കറക്കി ഇതുപോലെ എന്നിട്ട് ഇട്ട് കൊടുക്കുക. അത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള നേരെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് നമുക്കാണെങ്കിൽ ഒരു തള വന്നു കഴിയുമ്പം ഒന്ന് അടച്ചിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അരി വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. നന്നായിട്ട് ഈ അരി ഇച്ചിരി വേവാൻ താമസം എടുക്കും. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒരു തിള വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കര ഇപ്പോൾ ഇടാൻ പാടില്ല കേട്ടോ. അരി നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതേത് കാണാം, നമ്മുടെ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കാണെങ്കിൽ ഈ ശർക്കര ചീകി ഞാൻ റെഡിയാക്കി ചെറിയായിട്ട് കഷ്ണമാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചീകി, അപ്പോൾ അത് നമുക്ക് അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി നമുക്കത് എല്ലാം കുറുകി വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ശർക്കര മുഴുവൻ 500 ഗ്രാം മുഴുവൻ ഞാൻ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി നമ്മൾ വെന്തോന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ വെന്തില്ലെങ്കിൽ പിന്നെയാണ് ഇനി ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവത്തില്ല കേട്ടോ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടേ നമ്മളിത് ആഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് ഇളക്കി നന്നായിട്ട് ഇനി കുറുകി വരണം കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് കൽക്കണ്ടം ഇട്ട് കൊടുക്കാം. ഒരു 3-4 പീസ് നമുക്ക് ഇതുപോലെ കൽക്കണ്ടം ഒന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആയി വരാറായിട്ടുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് ഈ കൽക്കണ്ടമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതേ കൽക്കണ്ടമൊക്കെ ഇട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയാണെങ്കിൽ നമുക്കാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പ്രസാദത്തിന് വെക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ട് ടേസ്റ്റ് കൂടാനും കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ നെയ്യൊക്കെ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സായി വറ്റി വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ആ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊന്നും റോസ്റ്റൊന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. നേരെ എങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് 2 പിടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അപ്പോൾ അതേ ഉണക്കമുന്തിരിങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്തോ പറ്റി ഇപ്പോൾ ഫുള്ളായിട്ട് വീഡിയോസൊന്നും ആരും കാണാറൊന്നുമില്ലല്ലോ. പ്ലീസ് ഫുള്ളായിട്ട് വീഡിയോ കണ്ട് അത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പൊങ്കാല പായസം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ബസ് ഇത് തിളച്ച് ഇതുപോലെ നമുക്ക് തോന്നത്തില്ല, ഒന്ന് തെറിച്ച് വരുന്ന രീതി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അതാ ശരിക്കും പാകം കേട്ടോ. അതായത് കണ്ടോ, അത് വറ്റി കുറുകി വരും. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ പാകമായി വരും കേട്ടോ. എനിക്കെന്തായാലും അടുത്ത് വന്ന് എന്തായാലും പൊങ്കാല ഇടാൻ പറ്റത്തില്ല. അപ്പം ദൂരെ എന്നുകൊണ്ടാണെങ്കിൽ പോലും അമ്മേനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൊങ്കാല ഇടുന്നതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ അന്നേരം ഞാൻ അവിടെ വന്ന് പൊങ്കാല ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നാളെ നല്ലൊരു